മിക്കി 17 ഓസ്കാർ നേടിയ പാരസൈറ്റിന് ശേഷം ബോങ് ജൂഹോ സംവിധാനം ചെയ്ത സിനിമയാണ്. റോബർട്ട് പാറ്റിൻസൺ നായകനായി വന്ന ഈ ഇംഗ്ലീഷ് സൈഫൈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇത് സയൻസ് ഫിക്ഷൻ ആൻഡ് ഡാർക്ക് കോമഡി മിക്സ് ചെയ്തു വന്ന ഒരു സിനിമയാണ്. ഭൂമിയിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മറ്റൊരു ലോകത്തെ കോളനൈസ് ചെയ്യാനായിട്ട് പുറപ്പെടുന്നതാണ് ഇതിന്റെ ബേസിക് പ്ലോട്ട്. അതിൽ മിക്കി മരിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ്. വെറൈറ്റി അല്ലേ? ഇത് സ്പോയിലർ ഒന്നുമല്ല, ഓൾറെഡി ട്രെയിലറിലും ടാഗ് ലൈനിലും ഒക്കെ ഉള്ള കാര്യമാണ്. സോ വന്നു, പരീക്ഷണം നടത്തി, കൊന്നു, അല്ലെങ്കിൽ ചത്തു, റിപ്പീറ്റ്. വന്നു, പരീക്ഷിച്ചു, ചത്തു, റിപ്പീറ്റ്. വന്നു, പരീക്ഷിച്ചു, ചത്തു, റിപ്പീറ്റ്. വന്നു, പരീക്ഷിച്ചു, ചത്തു, റിപ്പീറ്റ്. ഒറ്റ വാക്കിൽ നൈസ് കൺസെപ്റ്റ് ആണ്. ഒരു വേറെ ലെവൽ തോട്ടം എന്ന് പറയാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പടം. സയൻസ് ഫിക്ഷനും ഡാർക്ക് ഹ്യൂമറും ഡ്രാമയും കൂടെ മിക്സ് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുക്കിയ സ്ക്രിപ്റ്റ് തന്നെയാണ് പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് സൈഫൈ ആണെങ്കിലും മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവമാണ് സിനിമ കാണിക്കുന്നത്. അവർ എത്ര സെൽഫിഷ് ആണെന്നും സർവൈവ് ചെയ്യാൻ വേണ്ടി അവർ എന്തും ചെയ്യുമെന്നും പടം പറയുന്നുണ്ട്. ആക്ച്വലി ഈ പടം എഡ്വേർഡ് ഹാസ്റ്റൺ എഴുതിയ മിക്കി 7 എന്ന നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ്. കുറച്ച് മൈൻഡ് ഫക്ക് ടൈപ്പ് കഥയാണ്. പേഴ്സണലി എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. സ്ക്രിപ്റ്റിനൊപ്പം തന്നെ മികച്ച പെർഫോമൻസ്, കിടിലൻ CGI വർക്ക്, ക്യാമറ, എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ കൊണ്ട് പടത്തിന്റെ പോസിറ്റീവ്സ് പറഞ്ഞാൽ ഒരുപാടുണ്ട് താനും. റോബർട്ട് പാറ്റിൻസൺ ട്വിലൈറ്റ് നായകൻ എന്നുള്ള ഒരു ഇമേജ് കുറെ കാലമായിട്ട് ഒരു ഒഴിയ ഭൂതം പോലെ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ നിന്നുള്ള ഒരു കംപ്ലീറ്റ് മോചനമായിരിക്കും ഈ സിനിമ എന്ന് പറയാം. ഇതിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഒരു റോളും പെർഫോമൻസും ഒക്കെ ആയിരുന്നു. ഒന്നിലധികം റോളുകൾ എന്നും പറയാം. ഓരോന്നും വ്യത്യസ്തമെന്ന് തോന്നിക്കുന്ന രീതിയിൽ കൺവിൻസിംഗ് ആയിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന് പണി കൊടുത്ത പോലെ ഒരു ക്യാരക്ടറാണ് മാർക്ക് റഫാലോ ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള റോളാണ്. ഒരു ഫേക്ക് പല്ലൊക്കെ വെച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് ആളെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ആക്സെന്റ് ഒക്കെ ട്രംപിനെ പോലെ ആക്കാനും ഒന്ന് നോക്കിയിട്ടുണ്ട്. സോ രസം ഉണ്ടായിരുന്നു. നാഷയായിട്ട് വന്ന നവോമി ആക്കി നൈസ് ആയിരുന്നു. അതുപോലെ റഫാലോയുടെ ഭാര്യയായിട്ട് വന്ന ടോണി കലാട്ടും ടീമോ ആയിട്ട് വന്ന സ്റ്റീഫൻ യോണും നൈസ് ആയിരുന്നു. പിന്നെ ഇതിലൊരു ആനിമൽ ഉണ്ട്. ഇപ്പം പ്രീഡേറ്ററിന്റെ ഒക്കെ ഒരു മുഖമുള്ളത് പോലുള്ള ഒരു സാധനം. അത് ഭയങ്കര രസമായിരുന്നു, ക്യൂട്ടായിരുന്നു എന്ന് പറയാം. ബേസിക്കലി ഇപ്പൊ സിനിമകളിലൊക്കെ മനുഷ്യർക്ക് എന്ത് പറ്റിയാൽ പോലും അതിലെ മൃഗങ്ങൾക്കൊന്നും പറ്റരുത് എന്നൊരു തോന്നൽ ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അതുങ്ങൾക്കൊന്നും പറ്റരുത് എന്നൊരു ആഗ്രഹം, ഒരു ഫീല് പടം തീരുന്നവരെ ഉണ്ടായിരുന്നു. ക്യാമറയും എഡിറ്റിംഗും ഉൾപ്പെടെ ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എടുത്തു പറയേണ്ടത് ഇതിന്റെ CGI വർക്ക് തന്നെയാണ്. ബെസ്റ്റ് CGI എന്ന് തന്നെ പറയാം. ഞാൻ ഈ പറഞ്ഞ മൃഗം അതിനെ ഗ്രാഫിക്സിൽ ക്രിയേറ്റ് ചെയ്തതായിരിക്കുമല്ലോ, ആയിരിക്കും. ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ BGM, സൗണ്ട് ഡിസൈനും ഒക്കെ ഗംഭീരമാണ്. സോ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണെന്ന് പറയാം. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ പടം കുറച്ച് സ്ലോ പേസ്ഡ് ആണെന്ന് പറയാം. പടത്തിന്റെ ലെങ്ത് തന്നെ കുറച്ച് കൂടുതലുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. നമ്മളിങ്ങനെ പടം കാണണം, ഡയലോഗ് ശ്രദ്ധിക്കണം, സബ്ടൈറ്റിൽ വായിക്കണം. ഡയലോഗ് ഇല്ലാത്ത സീൻസ് കുറവാണ്. ബേസിക്കലി എനിക്ക് ഒരു സിനിമ കാണുമ്പോൾ എല്ലാ ഡയലോഗും ഒന്നും പോലും വിടാതെ മനസ്സിലായില്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. സോ ഞാനിങ്ങനെ ഫുള്ള് ഡയലോഗ് വായിച്ചു പോയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു യമണ്ടൻ ടാസ്ക് പോലെ ഒരു ഫീൽ വന്നായിരുന്നു. ടയർഡ് ആകുന്ന പോലെ തോന്നി. എന്നിട്ട് പോലും കുറെ ഡയലോഗുകളൊക്കെ എനിക്ക് മിസ്സായി പോയി. സോ OTT വരുമ്പോൾ ഒന്നുകൂടെ പോസ് ചെയ്ത് കുറച്ചുകൂടെ ഡയലോഗ്സ് ക്ലിയർ ആയിട്ട് വായിക്കണമെന്നുണ്ട്. അത്രയ്ക്കും ഓവർ സംഭാഷണങ്ങൾ പടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. പിന്നെ ഈ ട്വിൻ അല്ലെങ്കിൽ ഡബിൾ റോൾ ക്യാരക്ടേഴ്സ് വരുന്ന സിനിമകളിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിരം ക്ലീഷ, ഒരാൾ നല്ലവൻ മറ്റേയാൾ നെഗറ്റീവ് എന്ന ഒരു സ്റ്റിഗ്മ ഇവിടെയും ഒന്ന് വരാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ ഡിഫറെന്റ് ആയിട്ട് അവരത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പടം കുറച്ച് ഫിലോസഫിക്കൽ ആണെന്ന് പറയാം. അതെല്ലാവർക്കും ഇഷ്ടമാവും എനിക്കറിയില്ല. ഇതൊക്കെയാണ് എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബോങ് ജൂഹോയുടെ പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇപ്പോഴും മെമ്മറീസ് ഓഫ് മർഡർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പാരസൈറ്റ് ഒക്കെ എനിക്ക് വരികയുള്ളൂ. അതുപോലെ മദറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പടം അത്രയ്ക്കൊന്നും ഭയങ്കര സംഭവമായില്ലെങ്കിലും എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഒരു ക്രിസ്റ്റഫർ നോളൻ ലൈറ്റ് മോഡൽ ആ ഒരു സ്റ്റൈലിലാണ് പുള്ളി ഈ പടം ചെയ്തേക്കുന്നത്. സോ കുറച്ച് സ്ലോ ആയിട്ടുള്ള സയൻസ് ഫിക്ഷൻ ഫിലിംസ് അല്ലെങ്കിൽ മൈൻഡ് ബെൻഡിങ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ കാണുകയാണെങ്കിൽ പടം നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേൽപ്പറഞ്ഞ ജോണറിനൊപ്പം തന്നെ കുറച്ച് ഡാർക്ക് കോമഡി ഒക്കെ ചേർത്ത് വന്ന ഒരു പടമായതുകൊണ്ട് അത്യാവശ്യം ഫണ്ണിയുമാണ്. സോ എന്റർടൈനിങ് ആണെന്ന് പറയാം. പിന്നെ കാണുകയാണെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. പടം 18+ ആണ്. അഡൽട്ട് സീൻസ് ഉണ്ട്, അത് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.